വെൽക്കം. റഹ്മാനാണ്. ഓർഗൻ ഫംഗ്ഷൻ ടെസ്റ്റിൽ ഈ വീഡിയോ കിഡ്നി ഓർ റീനൽ ഫംഗ്ഷൻ ടെസ്റ്റിനെ കുറിച്ചിട്ട്. കിഡ്നി നമ്മുടെ ശരീരത്തിലെ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ഒരു ഓർഗനാണ്. നമുക്കറിയാം കിഡ്നി ശരീരത്തിൽ നിന്ന് എക്സസ് വാട്ടറിനെ പുറന്തള്ളുന്നുണ്ട്. ദെൻ വേസ്റ്റ് മെറ്റീരിയൽസ് എല്ലാം പുറന്തള്ളുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട റോൾ കിഡ്നിക്കാണ്. ആൻഡ് ഇതുവഴി ആസിഡ് ബേസ് ബാലൻസ് ശരീരത്തിൽ നിയന്ത്രിക്കുന്നുണ്ട്. ബ്ലഡ് പി എച്ച് നിയന്ത്രിക്കുന്നുണ്ട് അല്ലെങ്കിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. വാട്ടർ ബാലൻസ് ഉണ്ട്. ദെൻ ഇലക്ട്രോലൈറ്റ് സോഡിയം അങ്ങനെയൊക്കെയുള്ള ഇലക്ട്രോലൈറ്റ്സ് പൊട്ടാസ്യം ഒക്കെ ഇലക്ട്രോലൈറ്റ് ബാലൻസിൽ വരും. ദെൻ ബ്ലഡ് പ്രഷർ മെയിൻറ്റെയിൻ ചെയ്യുന്നതിൽ പ്രധാനപ്പെട്ട റോൾ ഉണ്ട്. റെനിൻ ആൽഡോസ്റ്റെറോൺ സിസ്റ്റം നമുക്കറിയാം. ദെൻ ഹോൾ ബോഡി ഹോമിയോസ്റ്റാസിസിൽ പ്രധാനപ്പെട്ട റോൾ ഉണ്ട്. സോ ഇൻ മെയിൻ്റനൻസിൽ പ്രധാനപ്പെട്ട ഒരു റോൾ ഉണ്ട്. ദെൻ സിന്തസിസ് പറയുകയാണെങ്കിൽ പ്രധാനപ്പെട്ടത് ഒന്ന് വൈറ്റമിൻ ഡി ആണ്. ദെൻ പിന്നെ എറിത്രോപോയിറ്റിൻ എന്ന് പറയുന്ന ഒരു ഹോർമോൺ കൂടി കിഡ്നിയിൽ നിന്നാണ് ഉണ്ടാകുന്നത്. ഇത് രണ്ടുമാണ് സിന്തസിസിൽ പ്രധാനം. സോ കിഡ്നി പ്രശ്നങ്ങൾ ശരീരം മൊത്തം ബാധിക്കുന്ന ഒരു വിഷയമാണ്. കിഡ്നി ഫംഗ്ഷൻ ടെസ്റ്റ് നമ്മൾ പ്രധാനമായിട്ടും ചെയ്യുന്നത് രണ്ട് കാര്യങ്ങൾക്കാണ്. ഒന്ന് ടു അസസ് റീനൽ ഫംഗ്ഷൻ, കിഡ്നി ശരിയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നറിയാനായിട്ടാണ് ഒരെണ്ണം. രണ്ട്, നമ്മൾക്ക് എന്തെങ്കിലും അസുഖമുണ്ടെങ്കിൽ അല്ലെങ്കിൽ കിഡ്നിക്ക് തന്നെ അസുഖമുണ്ടെങ്കിൽ ടു അസസ് കിഡ്നി ഡിസീസ്, കിഡ്നിയുടെ രോഗങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്നറിയാൻ. സോ ഈ രണ്ട് കാര്യങ്ങൾക്കാണ് നമ്മൾ ചെയ്യുക. ആൻഡ് കിഡ്നിയുടെ രോഗങ്ങൾ ഉണ്ടോ എന്നറിയാനായിട്ട് നമുക്ക് കിഡ്നിയിലേക്ക് പോകണമെന്നില്ല. നമുക്ക് ബ്ലഡ് സിറം ടെസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ ബ്ലഡ് സിറത്തിനകത്ത് എന്തെങ്കിലുമൊക്കെ നോക്കിയാൽ മതി. ഇപ്പോൾ ഉദാഹരണത്തിന് പ്ലാസ്മയിലുള്ള ബ്ലഡിലുള്ള യൂറിയ നമുക്ക് നോക്കാം. ദെൻ ക്രിയാറ്റിനിൻ നമുക്ക് നോക്കാം. ദെൻ ബ്ലഡ് ഇലക്ട്രോലൈറ്റ്സ് നോക്കി കഴിഞ്ഞാൽ അറിയാം. ഇനി ഇല്ലെങ്കിൽ ബ്ലഡ് നോക്കണമെന്നില്ല, നമുക്ക് യൂറിൻ തന്നെ നേരിട്ട് യൂറിൻ അനാലിസിസ് നടത്താം. യൂറിൻ നമുക്ക് എങ്ങനെയൊക്കെ അനാലിസിസ് ചെയ്യാം? നമുക്ക് ഫിസിക്കൽ, കെമിക്കൽ ആൻഡ് മൈക്രോബയോളജിക്കൽ ഇവാലുവേഷൻ അല്ലെങ്കിൽ മൈക്രോസ്കോപ്പിക്കൽ ഇവാലുവേഷൻ നടത്തിയിട്ട് അബ്നോർമൽ ആയിട്ടുള്ള എന്തെങ്കിലും ഉണ്ടോ എന്ന് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ആൻഡ് കിഡ്നിയുടെ ഫംഗ്ഷൻ അനലൈസ് ചെയ്യാനായിട്ട് കിഡ്നിയുടെ ബേസിക് യൂണിറ്റ് എന്ന് പറയുന്നത് നെഫ്രോൺ ആണ്. നെഫ്രോണിന്റെ ഏറ്റവും ഭാഗം എന്ന് പറയുന്നത് ഗ്ലോമറുലസ് ആണ്. ഫിൽട്ടറിംഗ് യൂണിറ്റ് എന്ന് പറയുന്നത് ഇതാണ് ഗ്ലോമറുലസ്, ഇതാണ് ടഫ്റ്റ് ഓഫ് കാപ്പിലറീസ് ഗ്ലോമറുലസ് ആൻഡ് ദിസ് ഭാഗം ബോമൻസ് ക്യാപ്സുൽ ആണ്. സോ ഇവിടെയാണ് ഫിൽട്ടറേഷൻ നടക്കുക. ആൻഡ് ഒരു ദിവസം ഏകദേശം 180 ലിറ്റർ ബ്ലഡ് നമ്മൾ ഫിൽട്ടർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് കൂടി ഒഴുകുന്ന റേറ്റ് എന്ന് പറയുന്നത് 125 ml/minute ആണ്. ആൻഡ് ഇത് അസസ് ചെയ്യാൻ അപ്പോൾ നമുക്ക് ഗ്ലോമറുലർ ഫിൽട്രേഷൻ റേറ്റ്. ഇപ്പോൾ നമുക്ക് ഗ്ലോമറുലസിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നറിയാനായിട്ട് നമ്മൾ ചെയ്യുന്നത് ഒന്ന് ക്ലിയറൻസ് ടെസ്റ്റുകളാണ്. അപ്പോൾ റീനൽ ഫംഗ്ഷൻ അസസ് ചെയ്യാനുള്ള ഒരു ടെസ്റ്റ്. ഇനി ഇതിന്റെ ഗ്ലോമറുലസിന്റെ പെർമിയബിലിറ്റി പ്രശ്നങ്ങളുണ്ടോ, ഇതിൽ നിന്ന് സാധാരണ പോരാൻ പാടില്ലാത്ത ഉദാഹരണത്തിന് പ്രോട്ടീൻസ് ഒക്കെ കൂടുതലായിട്ട് വരുന്നുണ്ടോ. സോ പെർമിയബിലിറ്റി അസസ് ചെയ്യാനായിട്ട് രണ്ടാമത്തത് പെർമിയബിലിറ്റി നമുക്ക് നോക്കാനായിട്ടാണ്. നമുക്ക് പ്രോട്ടീൻസ് ഇൻ യൂറിൻ നോക്കിയാൽ മതി. പ്രോട്ടീൻസ് ഇൻ യൂറിൻ നോക്കിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ യൂറിനറി പ്രോട്ടീൻസ് നോക്കാം. ഇനി കിഡ്നിയുടെ ഭാഗം, ഈ ബാക്കിയുള്ള നെഫ്രോണിന്റെ ബാക്കിയുള്ള ഭാഗം നമ്മളിങ്ങനെ ട്യൂബ്യൂൾസ് എന്നാണ് പറയാം. റീനൽ ട്യൂബ്യൂൾസിൽ വെച്ച് എന്തൊക്കെയാണ് നടക്കുക? രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് റീ അബ്സോർപ്ഷൻ നടക്കുന്നുണ്ട്, ദെൻ സെക്രീഷൻ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട്. സോ അത് കൃത്യമായിട്ട് നടക്കുന്നുണ്ടോ എന്നറിയാനായിട്ട് നമ്മൾ സ്പെസിഫിക് ഗ്രാവിറ്റി നോക്കാം, അല്ലെങ്കിൽ അതിന്റെ മൊളാലിറ്റി ഓഫ് ദ യൂറിനൊക്കെ നമുക്ക് നോക്കാം. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ കോൺസെൻട്രേഷൻ ആൻഡ് ഡയലൂഷൻ ടെസ്റ്റ് ആയിരിക്കും നമ്മൾ ചെയ്യുക, അല്ലെങ്കിൽ ആസിഡ് ലോഡ് ടെസ്റ്റ്, അങ്ങനെയൊക്കെയുള്ള ടെസ്റ്റുകൾ നമ്മൾ. സോ ഇതൊക്കെയാണ് ടെസ്റ്റ്. അപ്പോൾ കിഡ്നി ഡിസീസസിന് നമുക്ക് ബ്ലഡ് സിറം ചെയ്യാം, യൂറിൻ അനാലിസിസ് നോക്കാം, GFR നോക്കാനായിട്ട് ക്ലിയറൻസ് ടെസ്റ്റുകൾ ചെയ്യാം, പെർമിയബിലിറ്റിക്ക് പ്രോട്ടീൻ നോക്കാം. ദെൻ ബാക്കിയുള്ള ഭാഗങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് അറിയാനായിട്ട് നമുക്ക് കോൺസെൻട്രേഷൻ ഡയലൂഷൻ ടെസ്റ്റുകൾ നമുക്ക് ചെയ്യാം. ഇത്രയാണ് ടെസ്റ്റുകൾ. നമുക്ക് ആദ്യം യൂറിൻ അനാലിസിസ് പറയാം. യൂറിൻ അനാലിസിസ് ഇതാണ് ഫസ്റ്റ് ഇനീഷ്യൽ ടെസ്റ്റ് മിക്കവാറും ആദ്യമൊക്കെ ചെയ്യുക അല്ലെ. 3 ടെസ്റ്റ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. ഒന്ന് ഫിസിക്കൽ ടെസ്റ്റ് ആണ്. ഫിസിക്കൽ ടെസ്റ്റ് ഉണ്ട്. ദെൻ പിന്നെ നമുക്ക് ഡിഫറെന്റ് കെമിക്കൽ ടെസ്റ്റുകൾ ഉണ്ട്. പിന്നെ ഞാൻ പറഞ്ഞത് മൈക്രോസ്കോപ്പിക്കൽ ടെസ്റ്റുകൾ. ഇങ്ങനെ 3 തരം ടെസ്റ്റുകളാണ് നമുക്ക് ഉള്ളത്. ആൻഡ് ഫിസിക്കലിൽ ആദ്യത്തേത് നമ്മളെപ്പോഴും നോക്കുക, 24 മണിക്കൂർ കഴിഞ്ഞ് 24 മണിക്കൂറിൽ എത്ര യൂറിൻ ഔട്ട്പുട്ട് ഓഫ് യൂറിൻ ആണ് നമ്മൾ നോക്കുക. സാധാരണ രീതിയിൽ എത്രയാണ്? അതൊരു 800 to 2.5 ലിറ്റർ ആണ്. നമ്മൾ 1.5 ലിറ്റർ യൂറിൻ നോർമൽ എന്ന് പറയും. എങ്കിലും ഇതാണ് എൻ്റെ റേഞ്ച്. ആൻഡ് ഇതിൽ തന്നെ പല സാഹചര്യങ്ങളനുസരിച്ച് വേരിയേഷൻസ് ഒക്കെ വരാം. എങ്കിലും ഇഫ് ഇറ്റ് ഈസ് മോർ ദാൻ 2500 ml, 2500 ml കൂടുതലാണെങ്കിൽ നമ്മൾ അതിനെ പോളിയൂറിയ, കൂടുതലായിട്ട് മൂത്രം വരുന്നുണ്ട് എന്ന് പറയാം. അപ്പോൾ ഉദാഹരണത്തിന് ഡയബറ്റീസ് മെല്ലിറ്റസ്, പ്രമേഹത്തിൽ ഒരു 5 to 6 ലിറ്റർ ഒക്കെ വരാം. ദെൻ ഡയബറ്റീസ് ഇൻസിപ്പിഡസ് ആണെങ്കിൽ 10 to 20 ലിറ്റർ ഒക്കെ ആയിരിക്കും വരിക. ദെൻ 500 ml താഴെ, ബിലോ 500 ml ഓർ 400 ml ആണ് ഒലിഗൂറിയ എന്ന കണ്ടീഷനാണ്. ഒലിഗൂറിയ എന്ന് പറയും. ഉദാഹരണത്തിന് നല്ല പനി, ഫീവർ, ഡയറിയ, അല്ലെങ്കിൽ കാർഡിയാക് ഫെയിലിയർ, ഏർലി ഗ്ലോമറുലോനെഫ്രൈറ്റിസോ അങ്ങനെയൊക്കെയുള്ള കണ്ടീഷനിൽ ഒലിഗൂറിയ ആയിരിക്കും വരിക. ഒട്ടും യൂറിൻ വരാത്തതിനെ നമ്മൾ അനൂറിയ എന്നാണ് പറയാം. ഒട്ടും യൂറിൻ ഇല്ല. ഉദാഹരണത്തിന് അക്യൂട്ട് ട്യൂബുലാർ നെക്രോസിസ് കണ്ടീഷൻസിൽ വരാം. ദെൻ യൂറിൻ സ്റ്റോൺ
സ്റ്റോൺ മൂലമുള്ള ഒബ്സ്ട്രക്ഷൻ അങ്ങനെ വന്നു കഴിഞ്ഞാൽ യൂറിൻ ഒട്ടും വരുന്നില്ല. ദെൻ സിവിയർ ഷോക്ക്, ഇങ്ങനെയൊക്കെയുള്ള കണ്ടീഷൻസിലും ഇത് സംഭവിക്കും. ഇനി യൂറിന്റെ കളർ സാധാരണ ഒരു സ്ട്രോ കളേർഡ് ആണ്, ക്ലിയർ ഫ്ലൂയിഡ് ആണ്. ആൻഡ് ഇഫ് ഇറ്റ് ഈസ് ക്ലൗഡി ആവുന്ന എപ്പോഴായിരിക്കും, അത് പസ്സൊക്കെ ഉണ്ടെങ്കിൽ ക്ലൗഡി ആയിട്ട് വരാം. ദെൻ യെല്ലോ കളേർഡ് യൂറിൻ വരുന്നത് വൈറ്റമിൻ ബി കോംപ്ലക്സ് ഒക്കെ കഴിച്ചു കഴിയുമ്പോഴത്തേക്കും യൂറിൻ ബിക്കം യെല്ലോ കളർ ആകും. ദെൻ ബിലിറൂബിൻ ഉണ്ടെങ്കിലോ, ബിലിറൂബിൻ മഞ്ഞപ്പിത്തം അല്ലെ, ആ സമയത്ത് യൂറിൻ വിൽ ബിക്കം യെല്ലോ കളർ ആകും. ദെൻ ഹീമോഗ്ലോബിനൂറിയ എന്ന് പറയുന്ന കണ്ടീഷനിൽ യൂറിൻ ബിക്കം ബ്രൗണിഷ് റെഡ് അല്ലെങ്കിൽ കോള കളർ, അത് ഹീമോഗ്ലോബിൻ യൂറിയ എന്ന് പറയുന്ന കണ്ടീഷനാണ്. പോർഫൈറിയയിലാണെങ്കിൽ റെഡ് കളർ ആകാം. റിഫാംബിസിൻ പോലെയുള്ള മരുന്നുകൾ കഴിച്ചാൽ ഓറഞ്ച് കളർ ആകാം. ദെൻ ബ്ലാക്ക് ആകുന്നത് അൽകാപ്റ്റോയൂറിയ, യൂറിൻ കുറച്ചു നേരം കഴിയുമ്പോഴത്തേക്കും ബ്ലാക്ക് ആകും. ദെൻ ഫോമിക് ആസിഡ് പോയിസണിങ് അങ്ങനെയൊക്കെയുള്ള കണ്ടീഷനാണെങ്കിൽ യൂറിൻ വിൽ ബിക്കം ബ്ലാക്ക്. ഇനി ഓർഡർ സാധാരണ ഉണ്ടെങ്കിലും ഫൗൾ സ്മെല്ല് വരുന്നത് മിക്കവാറും ബാക്ടീരിയൽ ഇൻഫെക്ഷൻസ് അങ്ങനെയൊക്കെ വരുമ്പോഴായിരിക്കും. ആൻഡ് യൂറിന്റെ സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന് പറയുന്നത് 1.016 to 1.025 ആണ് സാധാരണ നോർമൽ. പോളിയൂറിയ കണ്ടീഷനിൽ സ്പെസിഫിക് ഗ്രാവിറ്റി കുറയാം. അതിൽ തന്നെ ഗ്ലൈക്കോസൂറിയ ഉണ്ടെങ്കിൽ ചിലപ്പോൾ കുറയണമെന്നില്ല, എക്സെപ്ഷൻ ആണ്. സോ ഇൻ ക്രോണിക് റീനൽ ഡിസീസിലാണെങ്കിൽ പലപ്പോഴും ഫിക്സഡ് സ്പെസിഫിക് ഗ്രാവിറ്റി ആയിരിക്കും. ഫിക്സഡ് സ്പെസിഫിക് ഗ്രാവിറ്റി 1.010 ഇങ്ങനെ അതിൽ സ്റ്റഡി ആയിട്ടൊക്കെ ഇരിക്കും. ഇനി രണ്ടാമത്തത് നമുക്ക് കെമിക്കൽ എക്സാമിനേഷൻ ഓഫ് യൂറിൻ ആണ്. ഞാൻ പറയുന്ന എല്ലാ ടെസ്റ്റുകൾക്കും ഇപ്പോൾ ഡിപ് സ്റ്റിക് മെത്തേഡ്സ് ഉണ്ട്. എന്ന് വെച്ചാൽ മൂത്രം എടുക്കുക, അതിനകത്തേക്ക് സ്റ്റിക്ക് ഇട്ട് നോക്കി കഴിഞ്ഞാൽ പലതരം കളർ നോക്കി അപ്പം തന്നെ അറിയാൻ പറ്റുന്ന ടെസ്റ്റുകൾ. ഉദാഹരണത്തിന് ഒരു ടെസ്റ്റ് സാധാരണ നമ്മൾ ചെയ്യുക ഗ്ലൂക്കോസ് ആണ്, യൂറിനിൽ ഗ്ലൂക്കോസ് ബെനഡിക് ടെസ്റ്റ് വെച്ച് നമുക്ക് ചെയ്യാം. ഡയബറ്റീസ് മെലിറ്റസ്, ഫാങ്കോണി സിൻഡ്രോം, അതൊക്കെ എല്ലാ സമയത്തും ഗ്ലൂക്കോസ് എലവേറ്റഡ് ആയിരിക്കും. ദെൻ യൂറിനിൽ രണ്ടാമത് കീറ്റോൺ ബോഡീസ് നമുക്ക് ടെസ്റ്റ് ചെയ്യാം. കീറ്റോൺ ബോഡീസ്, ഡയബറ്റിക് കീറ്റോ ആസിഡ്, സ്റ്റാർവേഷൻ, അതിലൊക്കെ കീറ്റോൺ ബോഡീസ് ഹൈ ഇൻക്രീസ് ലെവലായിരിക്കും. റൊത്തേറാസ് ടെസ്റ്റ് ആണ് നമ്മൾ അതിന് ഉപയോഗിക്കുക. റൊത്തേറാസ് ടെസ്റ്റ് ഫോർ കീറ്റോൺ ബോഡീസ്. ഡിപ്സ്റ്റിക്കും ഒക്കെ അവൈലബിൾ ആണ്. ദെൻ മൂന്നാമത്തെ ഒരു പ്രധാനപ്പെട്ട ടെസ്റ്റ് യൂറിനിൽ പ്രോട്ടീൻസ് ഉണ്ടോ എന്നുള്ളതാണ്. ഒരു ദിവസം സാധാരണ 150 milligram per day, ദാറ്റ് ഈസ് നോർമൽ ആണ് ഉണ്ടായേക്കും. ആൻഡ് ഇതിൽ ആൽബുമിൻ ആണെങ്കിൽ ഏറ്റവും ചെറിയ പ്രോട്ടീൻ ആണല്ലോ ആൽബുമിൻ ഒരു 30 milligram ഒക്കെ താഴെ ആയിരിക്കും. ആൻഡ് ഇതിൽ കൂടുതൽ 150 milligram അതിന് എബവ് ആയി കഴിഞ്ഞാൽ അതിനെ നമ്മൾ വിളിക്കുക പ്രോട്ടീനൂറിയ എന്നാണ് വിളിക്കുക. എന്റെ ശരിക്കും പേര് ആൽബുമിനൂറിയ എന്നാണ്, പക്ഷെ അതിപ്പോൾ അങ്ങനെ വിളിക്കാറില്ല, പ്രോട്ടീനൂറിയ എന്ന് പറയാം. ദെൻ 300 ഭയങ്കരമായിട്ട് കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ബിനൈൻ ആണ്. 300 to 1000 ആകുമ്പോൾ പത്തോളജിക്കൽ സ്റ്റേറ്റ് ആണ്. ദെൻ എബവ് 1000 എന്ന് പറയുമ്പോൾ ഗ്ലോമറുലാർ പ്രോട്ടീനൂറിയ എന്ന് പറയുന്ന കണ്ടീഷനാണ്. സോ ഇത് നെഫ്രോട്ടിക് സിൻഡ്രോം അതിനകത്ത് വരാം. ഡയബറ്റിക് നെഫ്രോപ്പതിയിൽ കൂടാം. ഗ്ലോമറുലോനെഫ്രൈറ്റിസ്, UTI, ചിലതരം ടി ബി അവിടേക്ക് ബാധിക്കുന്ന അങ്ങനെയൊക്കെയുള്ള സംഭവത്തും പ്രോട്ടീൻ ഉയരാം. പ്രോട്ടീൻ ടെസ്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് ഹീറ്റ് കൊയാഗുലേഷൻ ടെസ്റ്റ് ആണ് നമ്മൾ പ്രോട്ടീന് വേണ്ടി ചെയ്യുക. ദെൻ പ്രോട്ടീനൂറിയ നമുക്ക് ഫങ്ഷണൽ ആൻഡ് ഓർഗാനിക് എന്ന് പറഞ്ഞ ക്ലാസിഫിക്കേഷൻ ഉണ്ട്, അതിലേക്കൊന്നും കടക്കുന്നില്ല. ആൻഡ് ഇനി പ്രോട്ടീനൂറിയയെ പറ്റി പറയാനുള്ളത് യൂറിനിൽ മൈക്രോ ആൽബുമിനൂറിയ ആണ്. എന്ന് പറയുന്ന കണ്ടീഷൻ 30 to 300 milligram per day ദിവസവും പോകുന്നതാണ് ഈ മൈക്രോ ആൽബുമിനൂറിയ എന്ന് പറയുന്നത്. ആൻഡ് ഇതൊരു കിഡ്നി ഡിസീസിന്റെ ലക്ഷണമാണ്, ഡയബറ്റീസ് അല്ലെങ്കിൽ ഹൈപ്പർ ടെൻഷൻ. സോ ഇങ്ങനെയൊക്കെയുള്ള കിഡ്നി ഡിസീസിന്റെ ഒരു ഏർലി മാനിഫെസ്റ്റേഷൻ ആണ് ഈ മൈക്രോ ആൽബുമിനൂറിയ എന്ന് പറയാം. അപ്പൊ അതിന് മിക്കവാറും ആൽബുമിൻ ക്രിയാറ്റിനിൻ റേഷ്യോ കൂടി നമ്മൾ നോക്കാറുണ്ട്. സോ മൈക്രോ ആൽബുമിനൂറിയ. ഇനി യൂറിനിൽ ബൈൽ സോൾട്സ് കൂടി കഴിഞ്ഞാൽ നമ്മൾ ടെസ്റ്റ് ചെയ്യുന്ന ഹേസ് ടെസ്റ്റ് ആണ്. ഹേസ് സൾഫർ പൗഡർ ടെസ്റ്റ് എന്ന് പറയും. ഒബ്സ്ട്രക്റ്റീവ് ജോണ്ടിസിലൊക്കെ ഇത് വർദ്ധിക്കാം. ദെൻ ബൈൽ പിഗ്മെന്റ്സ് ഉണ്ട്. ബൈൽ പിഗ്മെന്റ്സ് വർദ്ധിപ്പിക്കുന്നത് നമുക്ക് കണ്ടുപിടിക്കാം. അതിന് ചെയ്യുന്ന ഫൗഷെ ടെസ്റ്റ് ആണ്. FOUCHET ഫൗഷെ ടെസ്റ്റ് എന്ന് പറയും. ദെൻ യൂറോബിലിനോജൻ കൂടാനായിട്ട് നമുക്ക് ഏർലിച്ച് ടെസ്റ്റ് ഉണ്ട്. ദെൻ ബിലിറൂബിൻ അത് കൂടുന്നത് ഹെപ്പാറ്റോബൈലറി, ഒബ്സ്ട്രക്റ്റീവ് ജോണ്ടിസ് അങ്ങനെയൊക്കെയുള്ള കണ്ടീഷനിൽ വർദ്ധിക്കും. ദെൻ നൈട്രേറ്റ്സ് വർദ്ധിക്കുന്നുണ്ട്. നൈട്രേറ്റ്സ് UTI യൂറിനറി ട്രാക്ക് ഇൻഫെക്ഷനിൽ വർദ്ധിക്കാം. ദെൻ ലുക്കോസൈറ്റ് എസ്റ്ററേസസ് എന്ന് പറയുന്ന എൻസൈംസ് വർദ്ധിക്കുന്നതും UTIയിലാണ് വർദ്ധിക്കുക. ആൻഡ് യൂറിനിൽ ബ്ലഡ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ബെൻസിഡിൻ ടെസ്റ്റ് ആണ് ചെയ്യുക. ബെൻസിഡിൻ ടെസ്റ്റ് വഴി കണ്ടുപിടിക്കാം. സോ ഇതൊക്കെയാണ് സം ഓഫ് ദ ടെസ്റ്റ്, കെമിക്കൽ ടെസ്റ്റ് ഓഫ് യൂറിൻ. ഇനി യൂറിനിൽ നമുക്ക് മൈക്രോസ്കോപ്പിക്കൽ ടെസ്റ്റ് ഉണ്ട് ഞാൻ പറഞ്ഞു. ഇവാലുവേഷൻ, ഉദാഹരണത്തിന് സെൽസ്, WBC ഒക്കെ കൂടുന്നത് ഇൻഫെക്ഷനിലായിരിക്കാം. ദെൻ കാസ്റ്റ് സെൽസ്, കാസ്റ്റ് ഓഫ് സാധനങ്ങൾ, ദെൻ ക്രിസ്റ്റൽസ് ഒക്കെ ഉണ്ടാകും. ഉദാഹരണം അബ്നോർമൽ കണ്ടീഷൻസ് ആയിട്ടുള്ള റീനൽ സ്റ്റോൺ ഒക്കെ ആണെങ്കിൽ വിവിധതരം ക്രിസ്റ്റൽസ് ഉണ്ടാകും. ആൽക്കലൈൻ യൂറിൻ ആണെങ്കിലും വിവിധതരം ക്രിസ്റ്റൽസ് ഒക്കെ നമുക്ക് യൂറിനിൽ കാണാൻ പറ്റും. അടുത്തത് തന്നെ നമുക്ക് വിവിധ ബ്ലഡ് ടെസ്റ്റുകളാണ്. കിഡ്നി ഫംഗ്ഷൻ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ടെസ്റ്റുകൾ നമ്മൾ ചെയ്യുക. ബ്ലഡ് സിറത്തിലാണ് പാരാമീറ്റേഴ്സ്. ഒരെണ്ണം യൂറിയ ആണ്. യൂറിയ സാധാരണ ഒരു 15 to 40 milligram per deciliter ഒക്കെയാണ് സാധാരണ. നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത് ബാർത്തലോട്ട്സ് ടെസ്റ്റ് മെത്തേഡ് വഴി നമുക്ക് ചെയ്യാം. അല്ലെങ്കിൽ യൂറിയ GLDH ടെസ്റ്റ് വഴിയൊക്കെ നമുക്ക് യൂറിയ എസ്റ്റിമേറ്റ് ചെയ്യാം. യൂറിയ ആണെങ്കിൽ അതിന്റെ നേരെ പകുതി എടുത്തു കഴിഞ്ഞാൽ ബ്ലഡ് യൂറിയ നൈട്രജൻ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ആൻഡ് യൂറിയ എന്ന് പറയുന്നത് എൻ പ്രൊഡക്റ്റ് ഓഫ് പ്രോട്ടീൻ കാറ്റബോളിസം ആണ് നമുക്കറിയാം. ആൻഡ് ഇത് വിവിധ തരം രോഗത്തിൽ വരും. ഉദാഹരണത്തിന് പ്രീ റീനൽ എന്ന് വെച്ചാൽ കിഡ്നിയിൽ എത്തുന്നതിന് മുമ്പുള്ള അസുഖങ്ങൾ മൂലം വരാം. അല്ലെങ്കിൽ കിഡ്നിയിൽ പ്രശ്നമുണ്ട്, റീനൽ ഡിസീസസിൽ വരാം. അല്ലെങ്കിൽ കിഡ്നി കഴിഞ്ഞു താഴെ
താഴത്തേക്ക് യൂറിനറി ട്രാക്റ്റിലെ മറ്റു പ്രശ്നങ്ങൾ, പോസ്റ്റ് റീനൽ കണ്ടീഷൻസോ അങ്ങനെയുള്ള എല്ലാ കേസിലും യൂറിയ ഉയരാം. ആൻഡ് അടുത്ത ബ്ലഡ് ടെസ്റ്റ് എന്ന് വെച്ചാൽ സിറം ക്രിയാറ്റിൻ ആണ്. ഏറ്റവും ഫേമസ് ആണ്. അത് കേൾക്കാത്ത ആൾക്കാരും ഉണ്ടാവാൻ ചാൻസ് ഇല്ല. ആൻഡ് സാധാരണ നോർമൽ വാല്യൂ എന്ന് പറഞ്ഞാൽ 0.6 to 1.1 ഒക്കെയാണ് മില്ലിഗ്രാം പെർ ഡെസിലിറ്റർ. ആൻഡ് പല രാജ്യങ്ങളിലും പലതും ഒക്കെയാണ് പറയാം. നമ്മളിവിടെ 0.7 to 1.4 വരെ മെയിലും 0.6 to 1.2 വരെ ഫീമെയിൽ അങ്ങനെയൊക്കെ എടുക്കും. ദെൻ കുട്ടികളിൽ 0.4 to 1.2 1 ഒക്കെ ആയിരിക്കും നമ്മൾ എടുക്കുക. ആൻഡ് ഇത് ക്വാണ്ടിറ്റേറ്റീവ് എസ്റ്റിമേഷൻ ചെയ്തത് ജാഫിയാണ്. ആൻഡ് ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ മസിൽ മാസ്, ഏജ് അനുസരിച്ച് അല്ലെങ്കിൽ എക്സസൈസ്, പ്രോട്ടീൻ ഡയറ്റ് ഇതൊക്കെ കഴിക്കുന്നതൊക്കെ ആണെങ്കിൽ നോർമലായിട്ട് തന്നെ വ്യത്യാസം ഉണ്ടാകാം എന്നുള്ളതാണ് സിറം ക്രിയാറ്റിന്റെ ഒരു പ്രശ്നം ഉള്ളത്. ആൻഡ് വേറൊരു ടെസ്റ്റ് ഉള്ളത് ബ്ലഡ് സിറം നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത് CYSTA, സിസ്റ്റാറ്റിൻ സി ആണ്. സിസ്റ്റാറ്റിൻ സി എന്ന് പറയുന്നത് ഈ ക്രിയാറ്റിനേക്കാൾ കുറേയും കൂടി പ്രിസൈസ് ആയിട്ടുള്ള ഒരു ടെസ്റ്റ് കിഡ്നി ഫംഗ്ഷൻ. ആൻഡ് ഇത് മിക്കവാറും എല്ലാ സെൽസും ഉണ്ടാക്കുന്നുണ്ട്. ന്യൂക്ലിയേറ്റഡ് സെൽസ് എല്ലാം ഇത് കോൺസ്റ്റന്റ് ആയിട്ട് ഉണ്ടാക്കുന്നതാണ്. ആൻഡ് ദിസ് ഈസ് ഇൻ പ്ലാസ്മ. മാത്രമല്ല സിറം ക്രിയാറ്റിൻ പോലെ തന്നെ ഗ്ലോമർലെസിലൂടെ ഫ്രീലി ഫിൽറ്റേർഡ് കൂടിയാണ്. ആൻഡ് ഇതിന്റെ നോർമൽ വാല്യൂ എന്ന് പറയുന്നത് ഒരു 0.8 to 1.2 മില്ലിഗ്രാം പെർ ഡെസിലിറ്റർ ആണ്. ആൻഡ് ഇത് ഏർലി കിഡ്നി ഡിസീസസിന്റെ ഒരു സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു മാർക്കറാണ്. ഉദാഹരണം ഹൈപ്പർ ടെൻഷൻ അല്ലെങ്കിൽ ഡയബറ്റീസ് മെലിറ്റസ് അങ്ങനെയൊക്കെയുള്ള കണ്ടീഷൻസിൽ ഒരു പ്രധാനപ്പെട്ട ഒരു മാർക്കറാണ് ഈ സിസ്റ്റാറ്റിൻ സി എന്ന് പറയും. ആൻഡ് ഇനി നമുക്ക് ചെയ്യാവുന്നത് സിറം ഇലക്ട്രോലൈറ്റ്സ് ആണ്. ഇലക്ട്രോലൈറ്റ്സ് പറയുമ്പോൾ പൊട്ടാസ്യം ചെയ്യാം. പൊട്ടാസ്യം എന്ന് പറയുമ്പോൾ ഒരു 4.5 to 5.5 5 വരെയൊക്കെ നമുക്ക് എടുക്കാം. സോഡിയം ആണെങ്കിൽ നമുക്ക് 135 to 145 മില്ലിമോൾ പെർ ലിറ്റർ അങ്ങനെയൊക്കെ എടുക്കാം നമുക്ക്. അതൊക്കെയാണ് നോർമൽ. ഇനി ഗ്ലോമർലെസിന്റെ ഫിൽട്ടറേഷൻ, ഗ്ലോമർലാർ ഫിൽട്രേഷൻ റേറ്റ് അസസ് ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ടെസ്റ്റുകളെയാണ് നമ്മൾ ക്ലിയറൻസ് ടെസ്റ്റുകൾ എന്ന് നമ്മൾ വിളിക്കും. ക്ലിയറൻസ് ടെസ്റ്റ്. സോ എന്താണ് ക്ലിയറൻസ് എന്ന് വെച്ചാൽ ക്ലിയറൻസ് മീൻസ് എമൗണ്ട് ഓഫ് പ്ലാസ്മ. പ്ലാസ്മയുടെ എമൗണ്ട് ആണ് നമ്മൾ പറയാം. ഓർ ബ്ലഡ് ഇൻ ml കണക്കിലാണ് നമ്മൾ പറയാം. കംപ്ലീറ്റ്ലി ക്ലിയർഡ് ഓഫ് ദ സബ്സ്റ്റൻസ്. സബ്സ്റ്റൻസ് എന്ന് പറയുന്നത് നമ്മൾ കുറച്ച് കഴിയുമ്പോൾ പറയും ഏതെല്ലാമാണ് സബ്സ്റ്റൻസ് ഇൻ യൂണിറ്റ് ടൈം ഒരു പ്രത്യേക സമയത്ത്. അപ്പോൾ ml പെർ മിനിറ്റിലാണ് നമ്മൾ ക്ലിയറൻസ് കണക്കാക്കുക. സോ എത്ര പ്ലാസ്മ എമൗണ്ടിൽ നിന്ന് ഒരു പ്രത്യേക കെമിക്കൽ ക്ലിയർ ചെയ്യുന്നു നോക്കി കഴിഞ്ഞാൽ നെഫ്രോണിന്റെ ഗ്ലോമർലെസ് കൃത്യമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ, ഫിൽട്രേഷൻ ശരിയായി നടക്കുന്നുണ്ടോ എന്ന് നമുക്കറിയാൻ പറ്റും. ആൻഡ് ഇതിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് C = U × V / P ആണ്. C ആണ് നമ്മൾ ചെയ്യുന്നത് റീനൽ ക്ലിയറൻസ്. അപ്പോൾ GFR ആണ് നമ്മൾ C എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത്. U എന്ന് പറയുന്നത് കോൺസെൻട്രേഷൻ ഓഫ് സബ്സ്റ്റൻസ് ഇൻ യൂറിൻ. അത് മില്ലിഗ്രാം പെർ 100 ml ആ യൂറിനകത്ത് എത്രയുണ്ട് എന്നുള്ളതാണ്. V എന്ന് പറയുന്നത് വോളിയം ഓഫ് യൂറിൻ ആണ്. എത്ര 24 മണിക്കൂറിൽ എത്ര യൂറിൻ വോളിയം ഉണ്ട്. അപ്പോൾ വോളിയം എടുക്കുക 24 × 60 ചെയ്യുമ്പോൾ അല്ലെങ്കിൽ 1440 ചെയ്യുമ്പോൾ അത്രയും സമയത്ത് ഉള്ള നമുക്ക് കിട്ടും. ആൻഡ് P എന്ന് പറയുന്നത് / P എന്ന് പറയുന്നത് കോൺസെൻട്രേഷൻ ഓഫ് സബ്സ്റ്റൻസ് ഇൻ പ്ലാസ്മയിൽ. പ്ലാസ്മയിൽ അതിന്റെ കോൺസെൻട്രേഷൻ ആണ് P എന്ന് പറയും. അപ്പോൾ നമ്മൾ GFR ചെയ്യാനായിട്ട് സാധാരണ ഉപയോഗിക്കുന്ന കാരണം ക്രിയാറ്റിൻ ആണ്. സോ ക്രിയാറ്റിൻ ക്ലിയറൻസ് എന്ന് പറയുന്നത് CCR എഴുതി കഴിഞ്ഞാൽ VCR × V/PCR എന്ന് നമുക്ക് ചെയ്യാം. ഇതാണ് ഇതിന്റെ ഇക്വേഷൻ. പക്ഷെ അപ്പോൾ അതിന് പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ 24 മണിക്കൂറിലെ യൂറിനൊക്കെ കളക്ട് ചെയ്യുക എന്നുള്ളതാണ് ഇതിന്റെ ഒരു പ്രശ്നം. അപ്പോൾ ഇത് എപ്പോഴൊക്കെയാണ് കുറയുക, GFR കുറയുന്നത് എപ്പോഴൊക്കെയാണെന്ന് വെച്ചാൽ അക്യൂട്ട് ട്യൂബുലാർ നെക്രോസിസിൽ കുറയാം, ഗ്ലോമറുലാർ നെഫ്രൈറ്റിസിൽ കുറയാം, അക്യൂട്ട് നെഫ്രോട്ടിക് സിൻഡ്രോം അവിടെ നമുക്ക് കുറയാൻ പറ്റും. ദെൻ അക്യൂട്ട് ആൻഡ് ക്രോണിക് റീനൽ ഫെയിലിയർ ഇങ്ങനെയൊക്കെയുള്ള കണ്ടീഷൻസിലും ഇത് കുറയും. അപ്പോൾ നമ്മൾ GFR കണ്ടുപിടിക്കാനായിട്ട് ചില സബ്സ്റ്റൻസ് നമ്മൾ സ്റ്റാൻഡേർഡ് ആയിട്ട് കണക്കാക്കുന്നുണ്ട്. സ്റ്റാൻഡേർഡ് എന്ന് പറയുമ്പോഴത്തേക്കും അതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഹാവ് ടു ബി ഫ്രീലി ഫിൽറ്റേർഡ് ആയിരിക്കണം. ഗ്ലോമർലെസിലൂടെ ഒട്ടും തടസ്സമില്ലാതെ ഫിൽറ്റർ ചെയ്യണം. അതാണ് അതിന്റെ ഒരു കണ്ടീഷൻ. ഗ്ലോമർലെസിലൂടെ ഫ്രീലി ഫിൽറ്റേർഡ് എന്ന് നമുക്ക് എഴുതാം. ദെൻ ഒട്ടും തന്നെ റീ അബ്സോർഷൻ ഉണ്ടാകാൻ പാടില്ല. രണ്ടാമത്താണ് നോ റീ അബ്സോർഷൻ, തിരിച്ചെടുക്കാൻ പാടില്ല ട്യൂബ്യൂൾസിലൂടെ, അല്ലെങ്കിൽ സെക്രീഷൻ ഉണ്ടാവാൻ പാടില്ല. ദെൻ മൂന്നാമത്തത് കിഡ്നിയിൽ വെച്ചിട്ട് മെറ്റബോളിസം നടക്കാൻ പാടില്ലാത്തതായിരിക്കണം. 4 പിന്നെ പ്രത്യേകം പറയേണ്ട നോൺ ടോക്സിക് ആയിരിക്കണം. ദെൻ അഞ്ചാമത്തത് നോട്ട് അഫക്റ്റഡ് ബൈ മറ്റ് സംഭവങ്ങളുമായിട്ട് ഡയറ്റോ ഒന്നുമായിട്ടും ഇന്റർഫറൻസ് ഇല്ലാത്തതും കൂടി ആയിരിക്കണം. സോ അങ്ങനെയുള്ളതിൽ ഏറ്റവും ബെസ്റ്റ് സാധനം ഏതാണെന്ന് ചോദിച്ചാൽ അതിന്റെ പേര് ഇന്നുലിൻ എന്നാണ് ഏറ്റവും ബെസ്റ്റ്. പക്ഷെ നമ്മൾ ഏറ്റവും അധികം ചെയ്യുന്നത് ക്രിയാറ്റിനിൻ തന്നെയാണ്. ക്രിയാറ്റിനിൻ ക്ലിയറൻസ് ആണ് നമ്മൾ നോക്കുക. ദെൻ പിന്നുള്ളത് യൂറിയ നമുക്ക് നോക്കാം. ആൻഡ് ക്രിയാറ്റിനിൻ ചെയ്യാനുള്ളതിന്റെ ഗുണം എന്താ വെച്ചാൽ ക്രിയാറ്റിനിൻ നമ്മുടെ ശരീരത്തിൽ തന്നെ ഉള്ളതാണ്. നമ്മളിത് പ്രത്യേകം കഴിക്കേണ്ട ആവശ്യമൊന്നും ശരീരത്തിൽ തന്നെ ഉണ്ട്, ഫ്രീ ആയിട്ട് അത് ഫിൽറ്റേർഡും ആണ് എന്നുള്ളതാണ്. ഈ ക്രിയാറ്റിൻ ക്ലിയറൻസ്
ക്ലിയറൻസിന്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ക്രിയാറ്റിനിൻ കുറച്ച് സെക്രീഷൻ, ട്യൂബുലാർ സെക്രീഷൻ ഉണ്ട് എന്നുള്ളതാണ് അതിന്റെ ഒരു പ്രശ്നം. അപ്പൊ അതുകൊണ്ട് കൃത്യമായിട്ട് 120 ml/minute എന്ന് പറയുന്ന ആ GFR വാല്യൂ നമുക്ക് കിട്ടില്ല. അപ്പോൾ ഇതിന്റെ ക്രിയാറ്റിനിൻ ക്ലിയറൻസ് നോർമൽ എന്ന് പറയുന്നത് 90 to 120 ml പുരുഷന്മാരിൽ, 85 to 110 ഫീമെയിൽസ്, അതിലൊക്കെ നോർമൽ ആയിട്ടാണ് നമ്മൾ കണക്കാക്കുക. സാധാരണ നമുക്കറിയാം 120 ആണ്. ഇനുലിൻ ആണെങ്കിൽ കറക്റ്റ് 120 ആയിരിക്കും കിട്ടുക. അപ്പോൾ ഇത് അഡ്ജസ്റ്റ് ചെയ്യാൻ, ഈ വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നതിന് അഡ്ജസ്റ്റ് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്നതാണ് എസ്റ്റിമേറ്റഡ് GFR എന്നാണ് നമ്മളത് ഉപയോഗിക്കുക. ഇവിടെ നമുക്ക് പ്ലാസ്മ ക്രിയാറ്റിന്റെ ലെവൽ നമുക്ക് അറിയാമെങ്കിൽ യൂറിൻ കളക്ട് ചെയ്യാതെ 24 മണിക്കൂറൊന്നും യൂറിൻ ചെയ്യാതെ നമ്മൾ കളക്ട് ചെയ്യുന്ന ഇക്വേഷൻ നമ്മൾ വിളിക്കുക കോക്ക്രോഫ്റ്റ് ഗോൾട്ട്, GAULT ആണ്. ഗോൾട്ട് ഇക്വേഷൻ എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ വെച്ചിട്ട് നമ്മൾ ചെയ്യും. സോ ക്രിയാറ്റിൻ ക്ലിയറൻസ് ഇസ് ഈക്വൽ ടു 140 മൈനസ് ഏജ്, 140 മൈനസ് ഏജ് ഇൻറ്റു വെയിറ്റ് ഇൻ കിലോഗ്രാം, ആളുടെ തൂക്കമാണ് നോക്കുക, ഡിവൈഡഡ് ബൈ 70. ഇവിടെ ഇൻറ്റു സിറം ക്രിയാറ്റിൻ കൂടിയുണ്ട്, ഞാനത് വിട്ടുപോയതാണ്, ഞാൻ വീണ്ടും അഡീഷണൽ ആയിട്ട് അവസാനം ചേർത്തതാണ് ഇത്. ഇത് വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കണ്ടുപിടിക്കാം. ഫീമെയിൽ ആണെങ്കിൽ 0.85 എന്ന് പറയുന്ന ഒരു ഫാക്ടർ കൂടി നമ്മൾ മൾട്ടിപ്ലൈ. ഇപ്പോൾ നമുക്ക് കിട്ടുന്നത് ml/minute നമുക്ക് കിട്ടും. 92 ml/minute എന്ന് പറയുന്ന എമൗണ്ട് ആയിരിക്കും നമുക്ക് കിട്ടുക. സോ ഇതാണ് നോർമൽ അഡ്ജസ്റ്റഡ് ക്രിയാറ്റിൻ ക്ലിയറൻസ്. അതിനെ നമ്മൾ GFR എന്നായിരിക്കും നമ്മൾ വിളിക്കുക. അപ്പോൾ 60 to 90 ആണെങ്കിൽ വി വിൽ കൺസിഡർ ഇറ്റ് ആസ് എന്താ പറയുക, മൈൽഡ് റീനൽ ഡിസ്ഫങ്ഷൻ ഉണ്ട് എന്ന് നമുക്ക് പറയാം. 30 to 60 ആണെങ്കിൽ മോഡറേറ്റ് ഡിസ്ഫങ്ഷൻ എന്ന് പറയാം. 30-ൽ താഴെയാണെങ്കിൽ സിവിയർ ഡിസ്ഫങ്ഷൻ എന്ന് പറയും. ആൻഡ് 15-ൽ താഴെയാണെങ്കിൽ നമ്മൾ ESRD അല്ലെങ്കിൽ എൻ സ്റ്റേജ് റീനൽ ഫെയിലിയർന്നോ റീനൽ ഡിസീസ്ന്നോ എന്ന് നമുക്ക് പറയാം. ആൻഡ് ഇനി ഈ GFR നമ്മൾ നോക്കാത്ത കുട്ടികളിൽ നമ്മൾ നോക്കാറില്ല. ഒബീസ് ഉള്ള ആൾക്കാരിൽ അല്ലെങ്കിൽ ഹെൽത്തി ആയിട്ടുള്ള ആൾക്കാരിലൊന്നും കൃത്യമായിട്ട് കിട്ടില്ല. പക്ഷേ ഇൻ ഡിസീസ് ഉള്ള ആൾക്കാരിൽ, ക്രോണിക് കിഡ്നി ഡിസീസ് ഉള്ള ആൾക്കാരിൽ ഈ എസ്റ്റിമേറ്റഡ് GFR എന്ന് പറയുന്നത് കൃത്യമായിരിക്കും. പക്ഷെ നമുക്ക് പക്കാ GFR കിട്ടണമെങ്കിൽ നമ്മൾ പറഞ്ഞു ഇനുലിൻ എന്ന് പറയുന്ന സബ്സ്റ്റൻസ് ആണ് ഏറ്റവും ബെസ്റ്റ്. പക്ഷെ അത് എക്സോജീനസ് ആയിട്ട് നമ്മൾ ഇത് കുത്തിവെച്ച് ടെസ്റ്റ് ചെയ്യാൻ കൊടുക്കണം. ഇപ്പോൾ ഒരു കുത്തിവെക്കുന്ന ഒരു മരുന്നാണ്, മറ്റാണെങ്കിൽ അതിന്റെ ആവശ്യമില്ല. കൃത്യം 120 ml/minute നമുക്ക് കിട്ടുകയും ചെയ്യും, ആക്യുറേറ്റ് ആണ്. 24 hours യൂറിൻ എടുക്കണം, വിലയും ഉണ്ട് സാധനത്തിന് എന്നുള്ളതാണ്. ദെൻ പ്രോട്ടീൻ ഡിസീസ് ഒന്നും തന്നെ ഇതിനെ ബാധിക്കില്ല എന്ന് പറയുന്ന ഒരു അഡ്വാൻറ്റേജ് കൂടിയുണ്ട്. പക്ഷെ നമ്മൾ സാധാരണ ചെയ്യുക ഇനുലിനല്ല, ക്രിയാറ്റിനിൻ ക്ലിയറൻസ് ആണ്. പിന്നെ നമുക്ക് നോക്കാവുന്നത് യൂറിയ ആണ്. യൂറിയ അത്ര സെൻസിറ്റീവ് അല്ല, പ്രിഫേർഡ് അല്ല. യൂറിയ ഫ്രീലി ക്ലിയർഡ് ബൈ ഗ്ലോമർലെസ് തന്നെയാണ്. പക്ഷെ അത് 40 to 60% റീ അബ്സോർഷൻ ഉണ്ട് യൂറിയക്ക്. നമ്മൾ യൂറിൻ കോൺസെൻട്രേഷൻ പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം അതിനകത്ത്. അപ്പോൾ അതിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് 20 to 40 mg/dL ആണ് നോർമൽ. ആൻഡ് ഈ നോർമലിലും ഒരു -75% താന്നു കഴിയുമ്പോഴാണ് ഇതിന്റെ വാല്യൂ ആയിട്ട് നമ്മുടെ അസുഖമായിട്ട് നമ്മുടെ കോറിലേഷൻ ഉണ്ടാവത്തുള്ളൂ. സോ അതാണ് ഈ യൂറിയയുടെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്. ഇതെല്ലാമാണ് ഗ്ലോമർലാർ ഫംഗ്ഷൻ നമുക്ക് ടെസ്റ്റ് ചെയ്യാനായിട്ട്, അസസ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത് 3 ഇതാണ്. ഇനി ഗ്ലോമർലെസ് കഴിഞ്ഞു, നമുക്ക് താഴെയുള്ള ഈ ട്യൂബ്യൂൾ ഭാഗം, ഇവിടേക്കുള്ള ഭാഗം നമുക്ക് അസസ് ചെയ്യണം. ഇത് കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ടോ, ഡയലൂട്ട് ചെയ്യുന്നുണ്ടോ, ഫംഗ്ഷൻ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാനായിട്ട് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത് കോൺസെൻട്രേഷൻ ടെസ്റ്റ് ആണ്. യൂറിൻ കോൺസെൻട്രേഷൻ ടെസ്റ്റ് ഉണ്ട്, അതേപോലെ തന്നെ യൂറിൻ ഡയലൂഷൻ ടെസ്റ്റ് നമ്മൾ ചെയ്യും. പിന്നെ ഒരു ആസിഡ് ലോ ടെസ്റ്റ് കൂടിയുണ്ട്. സോ യൂറിൻ കോൺസെൻട്രേഷൻ ടെസ്റ്റ് നമ്മൾ ഫ്ലൂയിഡ് ഡിപ്രിവേഷൻ ടെസ്റ്റ് എന്ന് വിളിക്കും. ഫ്ലൂയിഡ് ഡിപ്രിവേഷൻ ടെസ്റ്റ് എന്ന് പറയുമ്പോൾ പേരിൽ തന്നെ ഉണ്ട്, ആൾക്ക് വെള്ളം കൊടുക്കുന്നില്ല എന്നുള്ളതാണ്. 15 മണിക്കൂർ നേരത്തേക്ക് നോ ഫ്ലൂയിഡ്. എന്നിട്ട് നമ്മൾ ഒരു ഫസ്റ്റ് സാമ്പിൾ കളക്ട് ചെയ്യും, ദെൻ വീണ്ടും 1 മണിക്കൂർ മുമ്പ് സെക്കൻഡ് സാമ്പിളും കളക്ട് ചെയ്യും. കളക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ നോക്കുന്നത് യൂറിന്റെ ഈ ഭാഗത്തിന്റെ കോൺസെൻട്രേറ്റിംഗ് എബിലിറ്റിയാണ് നമ്മൾ നോക്കുക. അപ്പോൾ നമ്മൾ നോക്കാനായിട്ട് സ്പെസിഫിക് ഗ്രാവിറ്റി ആണ് നോക്കുക, അല്ലെങ്കിൽ ഓസ്മോളാലിറ്റി നോക്കാം. സ്പെസിഫിക് ഗ്രാവിറ്റി വർദ്ധിക്കണം അല്ലേ, കുറച്ച് നേരം വെള്ളം കിട്ടിയില്ലെങ്കിൽ നമ്മുടെ യൂറിൻ കോൺസെൻട്രേറ്റ് ചെയ്യണം. അപ്പോൾ ഒരു 1.025 എങ്കിലും ഒരു സാമ്പിൾ തന്നു കഴിഞ്ഞാൽ ഓക്കെയാണ്. കുറഞ്ഞു കഴിഞ്ഞാലോ അപ്പോൾ നമ്മൾ ADHന്റെ ടെസ്റ്റ് ചെയ്യേണ്ടി വരും. ADHന്റെ സ്പെസിഫിക് ടെസ്റ്റുകൾ ചെയ്യാം. രണ്ടാമത്തത് നേരെ ഓപ്പോസിറ്റ് ആണ്, ഡയലൂഷൻ ടെസ്റ്റ് ആണ്. അതിനകത്ത് നമ്മൾ ഫ്ലൂയിഡ് ഓവർലോഡാണ് കൊടുക്കുക. ഒരു 1200 ml ഫ്ലൂയിഡ് ഒരു 4 മണിക്കൂർ ഗ്യാപ്പിലും കൊടുക്കുന്നു. എന്നിട്ട് നമ്മൾ ഓരോ അവറിലും നമ്മൾ സാമ്പിൾസ് കളക്ട് ചെയ്യുന്നു. അപ്പോൾ ഒരെണ്ണമെങ്കിലും അറ്റ്ലീസ്റ്റ് 1 സാമ്പിൾ 1.010 താഴെ ആവണം സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന് പറയുന്നത്. സോ ഇതുവഴി റീനൽ ട്യൂബിളിന്റെ ഡയലൂട്ടിംഗ് എബിലിറ്റി നമ്മൾ കണ്ടുപിടിക്കും. ഇത് കോൺസെൻട്രേറ്റിംഗ് എബിലിറ്റി നമുക്ക് കണ്ടുപിടിക്കും. ദെൻ ഇതേപോലുള്ള ഒരു മറ്റൊരു ടെസ്റ്റ് ആണ് നമ്മൾ പറഞ്ഞത് ആസിഡ് ലോഡ് ടെസ്റ്റ്. ആസിഡ് ലോഡ് ടെസ്റ്റ് എന്ന് പറയുന്ന ഒരു ടെസ്റ്റ് ഉണ്ട്. ഇതൊരു സ്പെഷ്യൽ ടെസ്റ്റ് ആണ്. ഇവിടെ നമ്മൾ അമോണിയം ക്ലോറൈഡ് ആണ് കൊടുക്കുക. അമോണിയം ക്ലോറൈഡ് ട്യൂബുലാർ സെക്രീഷൻ ഓഫ് H+ അയോൺസ്. H+ അയോണിന്റെ ട്യൂബുലാർ സെക്രീഷൻ കുറയുന്നുണ്ടോ എന്നാണ് നോക്കുന്നത്. റീനൽ ട്യൂബുലാർ ആസിഡോസിസിനുള്ള ഒരു ടെസ്റ്റ് ആണ്. സോ ഇതും 8 മണിക്കൂർ നേരം നമ്മൾ 100 mg/kg ഇങ്ങനെ കൊടുത്തിട്ട് 8 മണിക്കൂർ നേരം നമ്മൾ പല ഡിഫറെന്റ് സാമ്പിൾ ടെസ്റ്റ് ചെയ്തിട്ട് നോർമൽ ആൾക്കാരിലാണെങ്കിൽ യൂറിൻ pH ഒരു സാമ്പിളെങ്കിലും 5.5 ആയിട്ടുണ്ടാകും. റീനൽ ട്യൂബുലാർ ആസിഡോസിസ് ഉള്ള ആൾക്കാർ
ആൾക്കാരിലാണെങ്കിൽ 5.7 to 7 ഇടയിലായിരിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ വ്യത്യാസം. സോ ഇത്തരം ടെസ്റ്റുകളാണ് നമ്മൾ കിഡ്നി ഫംഗ്ഷൻ ടെസ്റ്റ് ഓർ റീനൽ ഫംഗ്ഷൻ ടെസ്റ്റ് എന്ന് പറഞ്ഞ് നോർമലായിട്ടൊക്കെ ചെയ്യുന്നത്. ദാറ്റ്സ് ഓൾ ഇൻ ദിസ് വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്.